ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ എല്ലാവർക്കും നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ പാർട്ട് 35 വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയോട് കൂടിയിട്ട് ഈ ഇലക്ട്രീഷ്യൻ 79/2022 എന്ന് പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അവസാനത്തെ 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, പക്ഷേ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോട് കൂടിയിട്ട്. കാരണം നമ്മുടെ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങളായിരുന്നു ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു സിലബസിലെ ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളമാണോ ഇംഗ്ലീഷ് ആണോ എന്നൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ മതി. അപ്പോൾ 90ഓളം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു, നല്ലൊരു ധാരണ കിട്ടി. അവസാനത്തെ 10 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തുടങ്ങിയാലോ? സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു വീഡിയോ സീരീസ് നമ്മൾ ഒരു പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുറഞ്ഞ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിൽ ലംബമായോ തിരശ്ചീനമായോ ഉള്ള സ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ഏതാണ്? പിൻ ഇൻസുലേറ്റർ, സ്റ്റേ ഇൻസുലേറ്റർ, ഷാക്കിൾ ഇൻസുലേറ്റർ, സസ്പെൻഷൻ ഇൻസുലേറ്റർ. സോ എന്താണ്, ലോ വോൾട്ടേജിലാണ് അല്ലേ, ഒന്നുകിൽ ലോ വോൾട്ടേജ് അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജ്. ഓക്കെ, ലോ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ലൈനാണ്. ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിൽ ലംബമായോ തിരശ്ചീനമായോ, അതായത് ഒന്നുകിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കണം, വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം. ലംബം എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ പൊസിഷനാണ്, ദെൻ തിരശ്ചീനം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പൊസിഷനാണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ചോദ്യം വരിക. അപ്പോൾ അതേതാണ് ഇൻസുലേറ്റർ എന്നാണ് ചോദ്യം. സപ്പോസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ കൂടി ആൻസർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം അല്ലേ. അതായത് രണ്ട് രീതിയിലും വെക്കാൻ വേണ്ടി സാധിക്കണം. നമുക്ക് എന്ത് ചെയ്യണം, ആ ഇൻസുലേറ്ററിനെ നമുക്ക് ഈ രീതിയിലും നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റിയിരിക്കണം. ഓക്കെ, ഈ രീതിയിലും ഒരു ഇൻസുലേറ്റർ വെക്കാൻ വേണ്ടി പറ്റിയിരിക്കണം. അതേപോലെ കേട്ടോ, ഇവിടെ ഇങ്ങനെ കേബിൾ വലിക്കുന്ന രീതിയിൽ നേരെ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റിയിരിക്കണം. സോ സ്റ്റേ ഇൻസുലേറ്റർ എന്തായാലും അല്ല. സ്റ്റേ ഇൻസുലേറ്റർ നമ്മൾ സ്റ്റേ വയറുകളിൽ യൂസ് ചെയ്യുന്നതാണ്. സസ്പെൻഷൻ ഇൻസുലേറ്ററോ, അത് ഹൈ വോൾട്ടേജ് അല്ലേ, മോർ ദാൻ 33 kV ആകുമ്പോഴാണ് അത് വളരെ എക്കണോമിക്കൽ ആവുക. സോ സസ്പെൻഷൻ ഇൻസുലേറ്റർ ഒരിക്കലും ലോ വോൾട്ടേജിൽ നമ്മൾ പറയില്ല. ലോ വോൾട്ടേജിൽ നമ്മൾ ഷാക്കിൾ ഇൻസുലേറ്ററാണ് പറയാമെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പിൻ ഇൻസുലേറ്റർ എന്തായാലും അല്ല. പിൻ ഇൻസുലേറ്റർ എങ്ങനെയാണ്, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടക്ടേഴ്സ് പോകാൻ വേണ്ടിയിട്ടല്ലേ പിൻ ഇൻസുലേറ്റർ വെക്കുക. അപ്പോൾ ആ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം കേട്ടോ. സാധാരണ രീതിയിൽ കൃത്യമായിട്ട് നോട്ട് എഴുതി ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് നോട്ട് എഴുതുന്ന ആൾക്കാണെങ്കിൽ പിൻ ഇൻസുലേറ്ററൊക്കെ ആദ്യം തന്നെ അവർ എലിമിനേറ്റ് ചെയ്യും. കാരണം എന്താ, പിൻ ഇൻസുലേറ്ററിൻ്റെ ആ വേർഡ്, സ്ട്രൈക്ക് ചെയ്യേണ്ട വേർഡ് എന്താ, കണ്ടക്ടേഴ്സിനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നത് എന്നുള്ളത് ആ പോയിൻ്റാണ് എപ്പോഴും കേരള PSC ചോദിക്കാറ്. യെസ്, സോ എയും ബിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് കണ്ടോ. സച്ച് ഇൻസുലേറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് എയ്തർ ഇൻ ഹൊറിസോണ്ടൽ പൊസിഷൻ ഓർ ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. കണ്ടോ, യെസ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ വേർഡും ഓരോ സെൻറ്റൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഷാക്കിൾ ഇൻസുലേറ്റർ നോക്കിയാൽ, ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ ടെർമിനേറ്റിംഗ് ഓൺ കോർണർ പോൾസ് അല്ലേ. ടെർമിനേറ്റിംഗ് ഓർ ഓൺ കോർണർ പോൾസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് അല്ലേ. യെസ്, അപ്പം കോർണറിൽ ഇങ്ങനെ വന്നു കണ്ടക്ടർ, എന്നിട്ട് പോകുന്നത് ഇപ്പുറത്തേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു ഇൻസുലേറ്റർ വെക്കണം. ആ വെക്കുന്ന ഇൻസുലേറ്റർ ഏതായിരിക്കും, നമ്മൾ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സാണ് വെക്കുന്നുണ്ടാവുക. ഓക്കെ, യെസ്. അപ്പോൾ ഓക്കെ അല്ലേ. മീഡിയം വോൾട്ടേജ് ലൈനിലാണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. മീഡിയം വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അത് ലോ ടെൻഷനിലാണ് വിടുക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. സോ അടുത്ത ചോദ്യം, ട്രാൻസ്മിഷൻ ലൈനിൽ ഫേസ് ലൈൻ എർത്ത് ഫോൾട്ട് ആവുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ഘടകങ്ങൾ തകരാറായതുമൂലം, ഇൻസുലേഷൻ തകരാറായതുമൂലം, മാനുഷികമായ പിശക്, ഫ്യൂസ് പോയതിനാൽ. ഈ ഘടകങ്ങൾ തകരാറായതുമൂലം അതെന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി ഫ്യൂസ് പോയാൽ സാധാരണ ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ടല്ലേ ഉണ്ടാവുക അല്ലേ. ഫ്യൂസ് പോയി കഴിഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ടാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അത് കളയാം. ദെൻ മാനുഷികമായ പിശക്, അതായത് ഹ്യൂമൻ എറർ കൊണ്ട് എർത്ത് ഫോൾട്ട് ആവും എന്നാണ് പറയുന്നത്. അതിനേക്കാൾ നല്ല ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയിൽ. നിങ്ങൾ നോക്കിയാൽ ഇൻസുലേഷൻ തകരാറായത് മൂലം നമ്മൾ ട്രാൻസ്മിഷൻ ലൈനുകൾ, ഈ പറയുന്ന വലിയ ട്രാൻസ്മിഷൻ ടവറുകൾ അല്ലേ, ടവറുകളിൽ നമ്മൾ ഇൻസുലേറ്റേഴ്സ് വെച്ചിട്ടല്ലേ കണക്ട് ചെയ്യുക, നിങ്ങൾക്കറിയാം അല്ലേ. യെസ്, അപ്പോൾ ഇൻസുലേറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ട്രാൻസ്മിഷൻ കണ്ടക്ടേഴ്സ്, സപ്പോസ് ഇത് R ഫേസ് ആണെന്ന് വിചാരിച്ചോ, അത് ഡയറക്റ്റായിട്ട് ടവറിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരാം അല്ലേ. സോ ഇതെന്താ, ഇത് ആക്ച്വലി ഗ്രൗണ്ട് തന്നെയല്ലേ. നമ്മളൊരു പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസാം എന്ന് പറയുന്നത് എന്താ, ക്രോസാം മീൻസ് ആക്ച്വലി എർത്ത് അല്ലേ.
യെസ്, അത് എർത്ത് കണക്ട് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ്. നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി വാല്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെ പറയാം, കപ്പാസിറ്റി വാല്യൂ വിത്ത് റെസ്പെക്ട് ടു എർത്ത്, ആ രീതിയിലല്ല നമ്മൾ പറയാം. സോ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ഉണ്ടായാലാണ്, ഇൻസുലേറ്റർ തകരാറായാലാണ് ഈ രീതിയിൽ എർത്ത് ഫോൾട്ട് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് മെൻഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഘടകങ്ങൾ തകരാറായത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, നമ്മളതിനെക്കുറിച്ച് അധികം ബോധറാവണ്ട കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ നല്ല കാര്യം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ബെസ്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞല്ലോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, യൂണിവേഴ്സലായി ഏത് തരം AC ട്രാൻസ്മിഷൻ ആണ് സ്വീകരിക്കുന്നത്? നല്ല ക്വസ്റ്റ്യൻ, പല ഇലക്ട്രിക്കൽ എക്സാമിലും ചോദിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, AC ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. നമ്മൾ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ഒരു പവർ സിസ്റ്റം പറയുന്ന സമയത്ത് ഈ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയാം. ഓക്കെ, പവർ സിസ്റ്റം ഈസ് ആൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് വിച്ച് ഡീൽസ് വിത്ത് ദി ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയാം. സോ ജനറേറ്റ് ചെയ്ത വൈദ്യുതി നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കണമെങ്കിൽ കുറേയധികം ഘട്ടങ്ങൾ കടന്നു പോകണം. അതിൽ പ്രൈമറി ട്രാൻസ്മിഷൻ, സെക്കൻഡറി ട്രാൻസ്മിഷൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ 4 സ്റ്റേജസ് ഉണ്ട് അല്ലേ ജനറേഷന് ശേഷം. അതിൽ ട്രാൻസ്മിഷൻ നമ്മളെപ്പോഴും ചെയ്യുക 3 ഫേസ് 3 വയറിലാണ്. എന്തുകൊണ്ടായിരിക്കും? എക്കണോമിക് കൺസിഡറേഷൻസ് ഒരു വലിയ ഫാക്ടറാണ്. ജനറേറ്റിംഗ് വോൾട്ടേജ് 11 kVയിലാണെങ്കിൽ നമ്മളതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. 110, 220, 400 kV. നമുക്കിപ്പോൾ 400 kV എന്ന് കിട്ടും കേട്ടോ. പ്രൈമറി ട്രാൻസ്മിഷനിൽ ഹൈ വോൾട്ടേജിലേക്ക് നമ്മളത് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അപ്പോൾ ആ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് തന്നെ എക്കണോമിക് കൺസിഡറേഷൻ ആണ്. ഇനി ട്രാൻസ്മിഷൻ്റെ സമയത്ത് നമുക്ക് 3 ഫേസ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക, RYB ഫേസസ്. അവിടെ ന്യൂട്രലിൻ്റെ ആവശ്യമുണ്ടോ? ന്യൂട്രലിൻ്റെ ആവശ്യം ഇല്ല. കാരണം നമുക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. അവിടെ ബാലൻസ്ഡ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. അൺബാലൻസ്ഡ് ആണെങ്കിലാണ് ന്യൂട്രലിൽ ആ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുക. സോ 3 ഫേസസ് മാത്രം മതി, 3 വയറുകൾ, 3 കണ്ടക്ടേഴ്സ് മാത്രം മതി. ന്യൂട്രൽ അവിടെ ഇല്ല. ഇനി എവിടെയാണ് 3 ഫേസ് 4 വയർ സിസ്റ്റം ഉണ്ടാവുക? 3 ഫേസ് 4 കണ്ടക്ടേഴ്സ് എവിടെയാണ് വരിക? അത് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലാണ് വരിക. നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലാണ് 3 ഫേസ് 4 വയർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ആ ഒരു സാധനം ഇവിടെ ഇല്ല, അതുകൊണ്ട് നമുക്ക് വളരെ സേഫാണ്. 3 ഫേസ് 4 വയർ വന്നാൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. സോ യൂണിവേഴ്സലായിട്ട് നമ്മൾ AC ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത് 3 ഫേസ് 3 വയറാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളാണ് അല്ലേ? യെസ്, നെക്സ്റ്റ് പോവാം. ഓവർ ഹെഡ് ലൈനിൽ ഉപയോഗിക്കുന്ന ചാലകത്തിൻ്റെ പേരെന്താണ്? ചാലകം എന്ന് പറയുമ്പോൾ കണ്ടക്ടർ കേട്ടോ. നമ്മൾ ഓവർ ഹെഡ് ലൈനിൽ ഏത് കണ്ടക്ടറാണ് യൂസ് ചെയ്യുക? ACSR, ഗാൽവനൈസ്ഡ് അയൺ, അലൂമിനിയം, ഹാർഡ് ഡ്രോൺ കോപ്പർ. ഹാർഡ് ഡ്രോൺ കോപ്പറൊക്കെ നമ്മൾ സാധാരണ ഈ വൈൻഡിങ് ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. കോപ്പർ, ഹാർഡ് ഡ്രോൺ കോപ്പർ യൂസ് ചെയ്യുക. കോപ്പർ നമ്മൾ ഒരിക്കലും ഓവർ ഹെഡ് ലൈനിൽ യൂസ് ചെയ്യില്ല അല്ലേ. നമ്മൾ സാധാരണയായിട്ട് വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? കോപ്പർ ആയിരിക്കും. സോ ഓവർ ഹെഡ് ലൈനിൽ നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് അലൂമിനിയം കണ്ടക്ടേഴ്സ് ആണ്. പക്ഷേ അലൂമിനിയം കണ്ടക്ടർ അല്ല ഇതിൻ്റെ ആൻസർ. അവിടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, ACSR കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ACSR കണ്ടക്ടറാണ് യൂസ് ചെയ്യുക. അലൂമിനിയം കണ്ടക്ടർ, സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. അതായത് കണ്ടക്ടർ എന്ന് പറയുമ്പം ഒരൊറ്റ സിംഗിളായിട്ടുള്ള രീതിയിൽ ആണോ നമ്മുടെ കണ്ടക്ടേഴ്സ് ഉണ്ടാവുക? അല്ല, കുറേയധികം കണ്ടക്ടേഴ്സ് ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. ഒരു വയർ എന്ന് പറയുന്നത് നിങ്ങളൊരു ട്രാൻസ്മിഷൻ ലൈൻ നോക്കുന്ന സമയത്ത് അത് കുറേയധികം കമ്പികൾ ചേർത്തിട്ട് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ACSR കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അലൂമിനിയം കണ്ടക്ടർ, സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് ആണ്. അവിടെ കണ്ടക്ടറായിട്ട് നമ്മൾ കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി, കണ്ടക്ടറിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അലൂമിനിയം യൂസ് ചെയ്യും. സ്റ്റീൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റീലായിരിക്കും അതിൻ്റെ കോറായിട്ട് യൂസ് ചെയ്യുക. സോ അതിൻ്റെ സെൻറ്റർ പാർട്ട് സ്റ്റീല്, ദെൻ ചുറ്റുമുള്ള കണ്ടക്ടേഴ്സ് അലൂമിനിയം. അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അലൂമിനിയം യൂസ് ചെയ്യും, പക്ഷേ പ്യുവർ അലൂമിനിയം അല്ല നമ്മൾ ഈ പറയുന്ന ഓവർ ഹെഡ് ലൈനിൽ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ACSR കണ്ടക്ടറുകളായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ACSR കണ്ടക്ടറുകൾ അല്ലേ. ഏതൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ACSR കണ്ടക്ടർ എന്ന് പറയുന്നത്? സപ്പോസ് ഒരു KSEBയിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർ ACSR എന്ന് പോലും പറയില്ല. അവർ പറയുന്നത് റാബിറ്റ്, ഡോഗ്, വൂൾഫ്, കുണ്ട,
മൂസ് തുടങ്ങിയ കണ്ടക്ടേഴ്സ് ആ രീതിയിലായിരിക്കും അവർ നെയിം ചെയ്യുക അല്ലേ. സോ ഇതൊക്കെ എന്താ, ഇതൊക്കെ ACSR കണ്ടക്ടേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ACSR കണ്ടക്ടറുകൾ ഓരോ ആപ്ലിക്കേഷനിലും ഓരോ വോൾട്ടേജ് ആപ്ലിക്കേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിൻ്റെ ആ കമ്പിച്ചുരുളുകളുടെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും. അതിനനുസരിച്ച് ഡിഫറെൻറ്റ് നെയിമിംഗ് ഉണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. റാബിറ്റ്, ഡോഗ്, വൂൾഫ്, ദെൻ കുണ്ട, ദെൻ മൂസ് തുടങ്ങിയ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റാബിറ്റ് നമ്മൾ സാധാരണ 11 kVയിലൊക്കെ യൂസ് ചെയ്യുന്ന റാബിറ്റ് കണ്ടക്ടേഴ്സ് ആണ്. ഡോഗ് ആണെങ്കിൽ 66 kVയിൽ, ദെൻ വൂൾഫ് കണ്ടക്ടർ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് 110 kVയിൽ, കുണ്ട കണ്ടക്ടർ 220 kVയിൽ, ദെൻ മൂസ് ആണെങ്കിൽ 400 kV കേട്ടോ. 400 kV ആ ആപ്ലിക്കേഷൻസിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. സോ ഈ വോൾട്ടേജ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? യെസ്, ലെങ്ത്, ടോട്ടൽ ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ, ദെൻ വോൾട്ടേജ് ഓഫ് ട്രാൻസ്മിഷൻ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഈ കണ്ടക്ടർ ഏത് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക, നമ്മൾ തീരുമാനിക്കുന്നുണ്ടാവുക കേട്ടോ. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ നെക്സ്റ്റ്, AC പവർ ട്രാൻസ്മിഷൻ്റെ നേട്ടം എന്താണ്? മിക്കവാറും അധികം പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ്. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് AC ട്രാൻസ്മിഷൻ? ഡിസഡ്വാൻറ്റേജ് ഓഫ് AC ട്രാൻസ്മിഷൻ. ദെൻ DCൻ്റെ കേസിൽ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, ആ രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം ഏറ്റവും നല്ല, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ എന്താണ്? AC ആണോ DC ആണോ? അത് DC തന്നെയാണ് കേട്ടോ. ലോസസ് കുറവാണ്, എഫിഷ്യൻസി കൂടുതലാണ്, ദെൻ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കുറവാണ്, നമുക്ക് കണ്ടക്ടറിനെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേയധികം അഡ്വാൻറ്റേജസ് DC ട്രാൻസ്മിഷനുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ DC നമുക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇല്ല. അതെന്തുകൊണ്ടാണ്? യെസ്, ACയിൽ മാത്രമാണ് ഈ ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്യുക അല്ലേ. ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമർ മാത്രമല്ലേ. യെസ്, നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൽ നമുക്ക് പലപ്പോഴും സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ പോലെയുള്ള ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പം ട്രാൻസ്ഫോമറിൻ്റെ ഒരു റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് AC ട്രാൻസ്മിഷൻ്റെ കേസിൽ. പക്ഷെ അത് DCയിൽ നടക്കുമോ? ഇല്ല. DCയിൽ നമ്മൾ എന്താണ്, തൈറിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൺവേർട്ടേഴ്സും ഇൻവേർട്ടേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ട്രാൻസ്മിഷൻ സാധ്യമാക്കുക. അതായത് ACയിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു, ACയിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും അല്ലേ. യെസ്, സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ഹൈ വോൾട്ടേജ് ആക്കും. അത് ACയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അതിനെ റെക്ടിഫയേഴ്സ് അല്ലേ, കൺവേർട്ടേഴ്സ് വെച്ചിട്ട് കൺവേർട്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? DC ആക്കും. എന്നിട്ട് ആ ഹൈ വോൾട്ടേജ് DCനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ റിസീവിങ് സ്റ്റേഷൻ്റെ അടുത്തോട്ട് എത്തുന്ന സമയത്ത് ഈ DCനെ നമ്മൾ AC വീണ്ടും ആക്കും. അതേത് വെച്ചിട്ട്? ഇൻവേർട്ടേഴ്സ് വെച്ചിട്ട് അല്ലേ. ഇൻവേർട്ടേഴ്സ് വെച്ചിട്ട് AC ആക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വീണ്ടും AC തന്നെ സ്റ്റെപ്പ് ഡൗൺ അല്ലേ. നമുക്ക് ചെറിയ വോൾട്ടേജിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ മാത്രമല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് കൺസ്യൂമേഴ്സിലേക്ക് കൊടുക്കും. ഈ രീതിയിലാണ് കേട്ടോ HVDC ട്രാൻസ്മിഷൻ നടക്കുക. സോ ഇത്രയും പാർട്ട് കണ്ടോ. ഈ കൺവേർഷൻ ആൻഡ് ഇൻവേർഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതും കുറേ ടെക്നോളജി എയ്ഡ് ആവശ്യമുള്ളതും ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും നമ്മൾ HVDCയിലേക്ക് പോകാൻ കാരണം എന്താണ്? യെസ്, ഈ പാർട്ട് വളരെ എക്കണോമിക്കലാണ്, ലോസസ് കുറവാണ് HVDCൻ്റെ കേസസിൽ. HVDC ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ലോസ് കുറവായിട്ടുള്ള, കുറേയധികം കൊറോണ ലോസും അതേപോലെ ഫെറാൻറ്റി എഫക്റ്റും അങ്ങനെ കുറേയധികം സ്കിൻ എഫക്റ്റ് അതൊക്കെ കുറവാവുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷനാണ് HVDC എന്ന് മനസ്സിലാക്കുക. സോ AC പവർ ട്രാൻസ്മിഷൻ്റെ നേട്ടം എന്താണ് നോക്കിയാലോ? കൊറോണ ലോസ് തീരെ കുറവാണ്. അല്ല, ഏറ്റവും കൂടുതൽ കൊറോണ ലോസ് എവിടെയാണ് ഉണ്ടാവുക? അത് AC ട്രാൻസ്മിഷനിലാണ് ഉണ്ടാവുക കേട്ടോ. സോ ഇത് തെറ്റാണ്. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോ, കൊറോണ ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി പ്ലസ് 25. സോ ACയിലല്ലേ ഫ്രീക്വൻസി ഉണ്ടാവുക 50 ഹെർട്സ് പറയുമ്പോൾ എന്താ 50 + 25 പ്രൊപ്പോർഷണൽ ഒന്നും അല്ലേ. DCൻ്റെ കേസിലോ അവിടെ ഫ്രീക്വൻസി 0 എന്ന് പറയും. അപ്പോൾ 0 + 25. സോ അവിടെ കൊറോണ ലോസ് കുറവാണ്. കൊറോണ ലോസ് ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കുറവാണെന്നേ പറയാൻ വേണ്ടി പറ്റുമോ ഏതിൻ്റെ കേസിൽ? DCൻ്റെ കേസിൽ കേട്ടോ. സോ ഇത് തെറ്റാണ്. ACയിൽ കൊറോണ ലോസ് കൂടുതലാണ്. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സ്ട്രെസ് കുറവാണ്. അല്ല, ട്രാൻസ്മിഷൻ ലൈനിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്നത് AC ട്രാൻസ്മിഷനിലാണ്. അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നു കേട്ടോ. ഇനി ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജ് നഷ്ടത കുറവാണ്. അല്ല, ട്രാൻസ്മിഷൻ ലോസസ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ACയിലാണ്. കാരണം അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റും കപ്പാസിറ്റീവ് എഫക്റ്റൊക്കെ വരുന്നത് ഈ ACയിൽ മാത്രമാണ്. DCൻ്റെ കേസിൽ ആ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷേ ACൻ്റെ അഡ്വാൻറ്റേജ് എന്താ? മെയിൻ അഡ്വാൻറ്റേജ് എന്താ? എളുപ്പത്തിൽ വോൾട്ടേജ് ഉയർത്താനും താഴ്ത്താനും സാധിക്കും. നമുക്ക് എളുപ്പത്തിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും സാധിക്കും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് അല്ലേ.
യെസ്, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹൈ ടെൻഷൻ ലൈനുകളിലെ വോൾട്ടേജ് അളക്കുന്നത് എങ്ങനെ? ഓക്കെ, എച്ച് ടി ലൈനിൽ എങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് അളക്കുക അല്ലേ? വോൾട്ടേജ് മെഷർ ചെയ്യണം. പറഞ്ഞേ, വോൾട്ട് മീറ്റർ മതിയോ? പോരാ. വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് വളരെ കുറവായിരിക്കും, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ? സോ അത്രത്തോളം വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നാണ് അല്ലേ? പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നുള്ളതാണ്. വോൾട്ടേജ് മെഷർ ചെയ്യാൻ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. കറണ്ടാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? കറണ്ട് ട്രാൻസ്ഫോമർ. മൾട്ടിമീറ്റർ പറ്റില്ല. ക്ലിപ്പ് ഓൺ മീറ്റർ അല്ലെങ്കിൽ ക്ലാമ്പ് ഓൺ മീറ്റർ എന്ന് പറയും. അത് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ എന്നാലും ഹൈ ടെൻഷൻ ലൈൻ ആകുമ്പോൾ നമ്മൾ ക്ലിപ്പ് ഓൺ മീറ്റർ ഒന്നും അല്ല യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വോൾട്ടേജ് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ട്രാൻസ്മിഷൻ ലൈനുകളിലെ കുറഞ്ഞ പവർ ഫാക്ടർ എന്തിന് കാരണമാവുന്നു? ഓക്കെ, നമ്മളിപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പവർ ഫാക്ടർ ലോ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, പവർ ഫാക്ടർ സപ്പോസ് ഒരു 0.6. അത് എന്തിന് കാരണമാവുന്നു? കാര്യക്ഷമത കൂടുന്നു. അതിൻ്റെ എഫിഷ്യൻസി കൂടുമോ? ഇല്ല, എഫിഷ്യൻസി കുറയാണ് ചെയ്യുക അല്ലേ? വോൾട്ടേജ് കൂടുന്നു. വോൾട്ടേജ് കൂടുമോ? നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജ് ഒരു ഫിക്സഡ് ആയിരിക്കില്ലേ? ഒരു 11 kV ലൈൻ ആണെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് എന്നാണ് നമ്മൾ പറയുക അല്ലേ? സോ വോൾട്ടേജ് കൂടുകയും ചെയ്യില്ല പവർ ഫാക്ടർ കുറഞ്ഞാൽ. നെക്സ്റ്റ്, കറണ്ട് കൂടുന്നു. കറക്റ്റാണ്. നമ്മളൊരു സേർട്ടൺ എമൗണ്ട് ഓഫ് പവർ അല്ലേ ഈ ലൈൻ വഴി അയക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 1 മെഗാവാട്ട് പവർ നമ്മൾ ഈ ലൈൻ വഴി അയക്കുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. ഒരു 1 മെഗാവാട്ട് പവർ അയക്കുന്നു. ദെൻ അതിൻ്റെ വോൾട്ടേജ് 11 kV ആണെന്ന് വിചാരിച്ചോ. പവർ ഫാക്ടർ കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, ഈ സെയിം പവർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വോൾട്ടേജ് കൊണ്ട് നമ്മൾ അയക്കുന്ന കറണ്ടിൻ്റെ അളവ് കൂടില്ലേ? കറണ്ട് കൂടുമല്ലേ? അതായത് ഈ പറയുന്ന ലൈനിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇത് ഓവർലോഡഡ് കേസ് പോലെ വരും പവർ ഫാക്ടർ കുറയുമ്പോൾ. കാരണം സെയിം എമൗണ്ട് ഓഫ് പവർ ഈ 1 മെഗാവാട്ട് നമുക്ക് അയച്ചല്ലേ പറ്റുള്ളൂ അല്ലേ? സോ അവിടെ കറണ്ട് കൂടും, നമ്മുടെ ഈ ലൈനുകളിലെ സ്ട്രെസ്സ് കൂടും. ഓക്കെ, കൂടുതൽ പണിയെടുക്കേണ്ടി വരും. ഇപ്പോൾ സപ്പോസ് ഒരു 100 ആംപിയർ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഒരു നോർമൽ കേസിലെങ്കിൽ പവർ ഫാക്ടർ കുറയുന്ന സമയത്ത് ആ 100 125 ആവും, 150 ഒക്കെ ആവും അല്ലേ? യെസ്, സ്ട്രെസ് കൂടും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കറണ്ട് കൂടുകയാണ് ചെയ്യുക. ട്രാൻസ്മിഷൻ ലൈനിൽ കുറഞ്ഞ പവർ ഫാക്ടർ ആണെങ്കിൽ ഓപ്ഷൻ സി, കറണ്ട് കൂടുന്നു. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലെ ബ്രീത്തറിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? നമുക്ക് സാധാരണയായിട്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിലിക്ക ജെല്ലാണ് അല്ലേ? ബ്രീത്തറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിലിക്ക ജെല്ലാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ സാധനം ഇവിടെ കൊടുത്തിട്ടില്ല. കാൽസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, കാൽസ്യം കാർബണേറ്റ്, ഡ്രൈ എയർ. പക്ഷേ ഈ കാൽസ്യം ക്ലോറൈഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. സോ കാൽസ്യം ക്ലോറൈഡ് നമ്മൾ ഈ സിലിക്ക ജെല്ലിന് പകരമായിട്ടും സിലിക്ക ജെല്ലിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡെസിക്കൻ്റ് ആണ് കാൽസ്യം ക്ലോറൈഡ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ ഡെസിക്കൻ്റ്? വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ സപ്പോസ് ഈ എയർ മോയ്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡെസിക്കൻ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യും? അതിനെ അബ്സോർബ് ചെയ്യും കേട്ടോ. അബ്സോർബ് ചെയ്തിട്ട് ആ ഡെസിക്കൻറ്റിൻ്റെ ഉള്ളിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സോ അത് കുറേയധികം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വീണ്ടും ഡ്രൈ ചെയ്തിട്ട് ഉണക്കിയെടുത്തിട്ട് വീണ്ടും നമുക്കതിന് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഡെസിക്കൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ വാട്ടർ, ആ ഒരു മോയ്സ്ചർ അബ്സോർബിങ് പ്രോപ്പർട്ടിയാണ് ഡെസിക്കൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ സിലിക്ക ജെല്ല് എന്ന് പറയുന്നത് SiO2 ആണ് കേട്ടോ. സിലിക്കൺ ഡയോക്സൈഡ് ആണ് സിലിക്ക ജെല്ല്. അതിനേക്കാൾ ഒരു 10 times ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡെസിക്കൻ്റ് ആണ് കാൽസ്യം ക്ലോറൈഡ്. നമ്മളിപ്പോൾ ക്യാമറ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന, ക്യാമറയിൽ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സിലിക്ക ജെല്ല് യൂസ് ചെയ്യും അല്ലേ? ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് ചെറിയ ചെറിയ പാക്കറ്റ് ഓഫ് സിലിക്ക ജെല്ല് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ എന്തിനാ? അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിലിക്ക ജെല്ലൊക്കെ അതിനകത്ത് ഉണ്ടാവുക. സോ അത്തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് കാൽസ്യം ക്ലോറൈഡ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സിലിക്ക ജെൽ എന്ന് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെയുള്ള ഒരു സാധനമാണ് കാൽസ്യം ക്ലോറൈഡ് എന്ന് മനസ്സിലാക്കുക. അതിന് ഞാൻ ജസ്റ്റ് സിലിക്ക ജെൽ, ഇങ്ങനെയുള്ള സിലിക്ക ജെൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്. അപ്പോൾ ദ ഡെസിക്കൻ്റ് മെറ്റീരിയലാണ് കാൽസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം സാധാരണ സബ്സ്റ്റേഷനിൽ ട്രാൻസ്ഫോമറിൻ്റെ ബ്രീത്തറിൽ നമ്മൾ സിലിക്ക ജെല്ലാണ് യൂസ് ചെയ്യുക. നോർമൽ സ്റ്റേജസിലാണെങ്കിൽ അത് ബ്ലൂ കളറിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് കൂടുതൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്യണം എന്നൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് അതിൻ്റെ കളർ എന്താവും? യെസ്, അതൊരു പിങ്ക് കളറിലേക്ക് മാറും അല്ലേ? ഒരു പിങ്ക് കളറിലേക്ക് മാറുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പുറത്തെടുത്തിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വാട്ടർ പുറത്തേക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനെ വീണ്ടും റീയൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് പോവാം.
യെസ്, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ക്യാപ്ചേർഡ് മെഷേർഡ് ആസ് കിലോഗ്രാം ഓഫ് ടോട്ടൽ ക്യാപ്ചേർഡ് വാട്ടർ വെയിറ്റ് ഓവർ ഡെസിക്കൻഡ് വെയിറ്റ്. അതായത് സിലിക്ക ജെല്ലിനേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയുള്ള ആളാണ് കാൽസ്യം ക്ലോറൈഡ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, ഓവർഹെഡ് ലൈനിൽ കൊറോണ പ്രതിഭാസം മൂലം ഉണ്ടാകുന്ന ഓസോണിൻ്റെ സാന്നിധ്യം വളരെ ദോഷകരമാണ്. കാരണം ഇത് കൊറോണ എന്താണെന്ന് അറിയുകയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ കൊറോണ എന്താ, നമ്മൾ സാധാരണയായിട്ട് ട്രാൻസ്മിഷൻ ലൈനുകളിൽ, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനുകളിൽ ചില കേസസിൽ ഒരു ഹിസ്സിങ് നോയ്സും ഒരു വയലറ്റ് ഗ്ലോയും ഒക്കെ കാണാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊറോണ എന്ന് നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, അറിയില്ലെങ്കിൽ. അപ്പം ഈ ലൈനിന് ചുറ്റും ഒരു എയർ അയണൈസ് ചെയ്യപ്പെട്ടിട്ട് അവിടെ ഒരു വയലറ്റ് കളർ ഗ്ലോ ഉണ്ടാവും, ചെറിയൊരു ഹിസ്സിങ് നോയ്സ് ഉണ്ടാവും, ഒരു മൂളലുണ്ടാവും, ട്രാൻസ്ഫോമറിൻ്റെ അകത്തു നിന്നൊക്കെ മൂളൽ പോലെ ഒരു ഹിസ്സിങ് നോയ്സ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ്? അത് കൊറോണ കൊണ്ടാണ്. സോ ട്രാൻസ്മിഷൻ ഓവർഹെഡ് ലൈനിൽ കൊറോണ പ്രതിഭാസം മൂലം ഉണ്ടാകുന്ന ഓസോണിൻ്റെ സാന്നിധ്യം, അത് ഓസോൺ കേട്ടോ, O3 ആണ് ഓസോൺ എന്ന് തോന്നുന്നു. സോ ഈ ഒരു ഓസോണിൻ്റെ പ്രസൻസ് കൊണ്ട് എന്ത് പ്രശ്നമാണ്, എന്ത് ദോഷകരമായ കാര്യമാണ് ഉണ്ടാകുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ. പവർ ഫാക്ടറിനെ കുറക്കും. ഓസോൺ കൊണ്ട് പവർ ഫാക്ടർ ഒന്നും കുറക്കുന്നില്ല. മെറ്റീരിയൽ തുരുമ്പുണ്ടാവുന്നു, ഗന്ധമുണ്ടാവുന്നു. അല്ല, ഇതൊരു ഓർഡർലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഗന്ധം ഒന്നുമില്ല കേട്ടോ. ഇതൊരു ഓർഡർലെസ് ആയിട്ടുള്ള ഗ്യാസാണ് ഓസോൺ. അതുപോലെ ഇതൊന്നുമല്ല. കറക്റ്റ് എന്താ, മെറ്റീരിയലിൽ തുരുമ്പ് ഉണ്ടാവുന്നു. ബിക്കോസ് ഓസോൺ എന്ന് പറയുന്നത് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓക്സിജൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഓക്കെ, O3. സാധാരണ നമ്മൾ പറയുന്ന ഓക്സിജൻ എന്താ, O2 അല്ലേ. അതിൻ്റെ കൂടെ ഒരു ഓക്സിജൻ കൂടി വരികയാണെങ്കിൽ നമ്മൾ പറയും അതൊരു O3 ആണെന്ന് പറയും കേട്ടോ, ഓസോൺ എന്ന് പറയും. അത് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. 3 ഓക്സിജൻ ആറ്റംസ് ആണ് ഉണ്ടാവുക. സോ എന്ത് സംഭവിക്കും, ഈ പറയുന്ന കേബിള് തുരുമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പോവാം. ബസ് ബാറിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ആൾട്ടർനേറ്റർ നീക്കം ചെയ്താൽ ബസ് ബാർ വോൾട്ടേജിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു, ഉയരുന്നു, മാറ്റമില്ലാതെ തുടരുന്നു, ഇവയൊന്നുമില്ല. ഈ കൺസെപ്റ്റ് നമ്മുടെ ഇൻഫൈനൈറ്റ് ബസ് ബാർ എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അതായത് ഒരു ഇൻഫൈനൈറ്റ് ബസ് ബാറിൻ്റെ കേസിൽ നമ്മൾ പറയും വോൾട്ടേജും ഫ്രീക്വൻസിയും കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ അവർ പ്രതിപാദിക്കുന്നത്. സോ ഫോർ ആൻ ഇൻഫൈനൈറ്റ് ബസ് ബാർ ദി വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ആർ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ജനറേറ്റേഴ്സ്, എത്ര ആൾട്ടർനേറ്റേഴ്സ് നിങ്ങൾ കണക്ട് ചെയ്താലും, എത്ര റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ വോൾട്ടേജും ഫ്രീക്വൻസിയും എന്തായിരിക്കും? അത് മാറില്ല, റിമെയിൻസ് കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും കേട്ടോ. സോ നമ്മൾ സാധാരണയായിട്ട് ഈ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് നമ്മൾ 1 per unit എന്നൊക്കെ നമ്മൾ എടുക്കും. ഓക്കെ, അതൊക്കെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പ്രകാരമാണ്. സോ കൺസെപ്റ്റ് എന്താ, നിങ്ങളൊരു ആൾട്ടർനേറ്റർ നീക്കം ചെയ്ത് കഴിഞ്ഞാലും ബസ് ബാർ വോൾട്ടേജ് ഉയരും ചെയ്യില്ല, താഴുകയും ചെയ്യില്ല, മാറ്റമില്ലാതെ തുടരുകയാണ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. യെസ്, ആ ഒരു കൺസെപ്റ്റാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അത്രയേ ഉള്ളൂ. നമ്മൾ 100 ചോദ്യങ്ങളും അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സിലബസ് പ്രകാരം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. അതിലെ 100 ചോദ്യങ്ങൾ കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം നമ്മൾ വീഡിയോസ് ചെയ്തതും. ഇത്രത്തോളം വീഡിയോസും നമ്മൾ ചെയ്യാൻ വേണ്ടി വിചാരിച്ചതൊന്നുമല്ല. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു മോട്ടിവേഷൻ തന്നിട്ട് നിർത്തണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ എക്സ്ട്രാ ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കുന്നു. നെക്സ്റ്റ് ഞാൻ നോക്കട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, നിർത്തുന്നില്ല, നമുക്ക് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം. സോ ഭാവിയിലും ഇനി എന്ത് ചെയ്യുക, അടുത്ത വീഡിയോസിനും സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.